ഇന്ന് നമ്മൾ പുതിയൊരു മൊഡ്യൂളിലേക്ക് കടക്കുവാണ്. മൊഡ്യൂൾ 5 ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫുൾ തിയറിയാണ്. ഇപ്പം മൊഡ്യൂൾ 4 ആയിരുന്നു നമ്മൾ പ്രാക്ടിക്കലിന് വേണ്ട മൊഡ്യൂളായിട്ട് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ മൊഡ്യൂൾ 5ലേക്ക് കടക്കുന്നു. മൊഡ്യൂൾ 5 ഇൻ്റർനെറ്റാണ്. പേജ് നമ്പർ 122 മൊഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ. ദ ഇൻ്റർനെറ്റ് ഈസ് എ വേൾഡ് വൈഡ് കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ഒരു വേൾഡ് വൈഡ് കളക്ഷനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് ആക്സസ് ടു കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആൻഡ് ഇൻഫർമേഷൻ റിസോഴ്സസ് ടു മില്യൺസ് ഓഫ് യൂസേഴ്സ് അറൗണ്ട് ദ ഗ്ലോബ്. അപ്പോൾ ഇത് ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ സർവീസും അതുപോലെ തന്നെ ഇൻഫർമേഷൻ റിസോഴ്സസും ഒരു ഗ്ലോബിലുള്ള യൂസേഴ്സിന്, മില്യൺസ് ഓഫ് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ ഇൻ്റർനെറ്റ് ഹാസ് റിവല്യൂഷൻഡ് അവർ ലൈഫ്സ് മെനി വേയ്സ്. സെർച്ച് എൻജിൻസ് പ്രൊവൈഡ് us to search any information വേൾഡ് വൈഡ് ആൻഡ് ഹെൽപ്പ് അസ് ഇൻ ഗെറ്റിംഗ് അപ് ടു ഡേറ്റ്. അതുപോലെ തന്നെ സെർച്ച് എൻജിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഫർമേഷനെക്കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്ത് എവിടെയുള്ളതാണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ സാധിക്കുന്നു. വി ക്യാൻ വാച്ച് ലൈവ് ചാനൽസ് ആൻഡ് പ്ലേ ഓൺലൈൻ ഗെയിംസ് വിത്ത് അതേഴ്സ്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ലൈവ് ചാനൽസും അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിംസൊക്കെ കളിക്കാൻ പറ്റുന്നു. ഇൻ്റർനെറ്റ് പ്രൊവൈഡ്സ് അസ് വേ ടു ഷോപ്പിംഗ് ഓൺലൈൻ. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിലൂടെ ഷോപ്പിംഗ് ചെയ്യാനും ഇൻ്റർനെറ്റിലൂടെ സാധിക്കുന്നു. വി ക്യാൻ പെർഫോം ബാങ്കിങ് ട്രാൻസാക്ഷൻ അറ്റ് എനി ടൈം. അപ്പോൾ നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷനൊക്കെ ഇൻ്റർനെറ്റിലൂടെ സാധിക്കുന്നു. ഇറ്റ് ഹാസ് ട്രാൻസ്ഫോംഡ് ദ വേ ഓഫ് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ത്രൂ ഓൺലൈൻ എഡ്യൂക്കേഷണൽ പോർട്ടൽസ്. അതുപോലെ എഡ്യൂക്കേഷണൽ പോർട്ടൽസ് യൂസ് ചെയ്ത് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ നടത്തുവാനും ഇപ്പോൾ ഇൻ്റർനെറ്റിലൂടെ സാധിക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ടെക്നോളജീസ് ലൈക്ക് ടെക്സ്റ്റ് മെസ്സേജസ്, മൊബൈൽ ആപ്ലിക്കേഷൻ ലൈക്ക് വാട്സാപ്പ് ആൻഡ് ഓൺലൈൻ ചാറ്റ് ഫെസിലിറ്റീസ് ഹാവ് ട്രാൻസ്ഫോം കാഷ്വൽ കോൺവെർസേഷൻ. അപ്പം ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ടെക്നോളജീസായ ടെക്സ്റ്റ് മെസ്സേജ്, അതുപോലെ തന്നെ വാട്സാപ്പ്, അതുപോലെ തന്നെ കാഷ്വൽ കോൺവെർസേഷനൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ ഇപ്പോൾ സാധിക്കുന്ന ഒന്നാണ്. ദ ഇൻ്റർനെറ്റ് കവേഴ്സ് ദ ഗ്ലോബ്, ഇൻക്ലൂഡ്സ് ലാർജ് ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക്സ് as well as smaller local area networks as any individual company or country does not own it. ഇപ്പം ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ ലാർജ് ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക്സ്, അതുപോലെ തന്നെ സ്മോൾ ആയിക്കോട്ടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ആയിക്കോട്ടെ മുഴുവനും കവർ ചെയ്താണ് ഇൻ്റർനെറ്റ് നിൽക്കുന്നത്. ഇനി ഒരു ഇൻ്റർനെറ്റിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചാണ് പറയുന്നത്. ഇൻ 1957 സോവിയറ്റ് യൂണിയൻ ലോഞ്ച്ഡ് ദ ഫസ്റ്റ് സാറ്റലൈറ്റ് സ്പുട്നിക് 1, ട്രിഗറിങ് US ഗവൺമെൻറ് ടു ക്രിയേറ്റ് ആർഫ, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി ടു റീഗെയിൻ ദ ടെക്നോളജിക്കൽ ലീഡ്. ആംസ് റേസ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദി US അഗൻസ്റ്റ് എ സ്പേസ് ബേസ്ഡ് ന്യൂക്ലിയർ അറ്റാക്ക്. അപ്പം ആദ്യമേ 1957 ഫസ്റ്റ് സാറ്റലൈറ്റായ സ്പുട്നിക് 1 അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസിയാണ് ഒരു ന്യൂക്ലിയർ അറ്റാക്കിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി USനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റ് കൊണ്ടുവന്നത്. ദിസ് റിസൾട്ടഡ് ഇൻ എ കൺട്രി വൈഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അപ്പം അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആർപ്പാനെറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് കൊണ്ടുവന്നത്. And the scientist ARPANET realized the potential benefit of the network and internet was born. In 1919, the ARPANET was retired the transferred National Science Foundation Network. അപ്പം ഫസ്റ്റ് വേണ്ട അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസിയാണ് വേൾഡ് വൈഡ് കൺട്രി വൈഡ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കൊണ്ടുവന്നെങ്കിൽ 1990 ആയപ്പോഴത്തേനും NSF നെറ്റിലേക്ക്, നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ നെറ്റ്വർക്കിലേക്ക് ഇത് അഡ്വാൻസ് ചെയ്തു. The NSF net was soon connected to computer science network which liked universities around North America and then to European network which connected research facilities in Europe. അപ്പം നമുക്ക് NSF നെറ്റ് കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്ക് ആയിട്ട് ലിങ്ക് ചെയ്ത് അതുപോലെ തന്നെ യൂറോപ്യൻ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്ത് റിസർച്ച് ഫെസിലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്തു. ദ ഓൺലൈൻ വേൾഡ് ചേഞ്ചസ് ഇൻ ടു ഇറ്റ്സ് കറൻറ്റ് ഓർഗനൈസേഷൻ ഫ്രോം 1990.
വെൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ടിം ബേർണേഴ്സ് ഇൻവെൻറ്റഡ് ദ വേൾഡ് വൈഡ് വെബ്. അപ്പം വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് ടിം ബേർണേഴ്സ് ലീ ആണ്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, ടിം ബേർണേഴ്സ് ലീ ആണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നൊരു ആശയം കൊണ്ടുവന്നത് തന്നെ. ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ഇൻക്രീസ്ഡ് exponentially after 1990, causing the US government to transfer management to independent organizations starting in 1995, and thereafter internet grew in proportional to the present state. അപ്പം 1990 ആദ്യമേ US ഗവൺമെൻറ് ആണ് കൊണ്ടുവന്നെങ്കിൽ 1995 എല്ലാവരിലേക്കും ആ ആശയം കൊണ്ടുവന്നു. അപ്പം ഹിസ്റ്ററി ഓഫ് ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ ആദ്യമേ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ് ഏജൻസി, പിന്നീട് NSNet, പിന്നെ CS നെറ്റ്, പിന്നീടാണ് WWW എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ ബെനഫിറ്റുകളെ കുറിച്ചാണ്. ഫസ്റ്റ് ബെനഫിറ്റായിട്ട് പറഞ്ഞേക്കുന്നത് ഇൻഫർമേഷൻ, നോളേജ് ആൻഡ് ലേണിങ്. അപ്പം ഇൻഫർമേഷൻ കിട്ടുവാനും അതുപോലെ തന്നെ നോളേജ് കിട്ടുവാനും അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആണ് ഇൻ്റർനെറ്റ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു ഇൻ്റർനെറ്റിൻ്റെ ഒരു ബെനഫിറ്റാണ്. ഇൻ്റർനെറ്റ് കണ്ടെയ്ൻസ് എ സോഴ്സ് ഓഫ് എൻഡ്ലെസ് സപ്ലൈ ഓഫ് നോളേജ് ആൻഡ് ഇൻഫർമേഷൻ ദാറ്റ് അലൗസ് പേഴ്സൺ ടു ലേൺ അബൌട്ട് എനിത്തിങ്. അപ്പം ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നോളേജിൻ്റെ എൻഡ്ലെസ് സപ്ലൈ ആണ്. അപ്പം ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനെക്കുറിച്ച് എൻഡ്ലെസ് ആയിട്ട് തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് പറയുന്നുണ്ട്. അപ്പം നമുക്കെന്താ, അതുപോലെ തന്നെ ഒരു പേഴ്സണ് എന്തെങ്കിലും ആ കാര്യത്തെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യനെക്കുറിച്ച് ഒരു ആൻസർ കിട്ടാനൊക്കെ ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ ഉപയോഗപ്രദമാണ്. ദെയർ ആർ ഓൾസോ മില്യൺസ് ഓഫ് വീഡിയോസ് ഓൺ സൈറ്റ്സ് ലൈക്ക് യൂട്യൂബ് ദാറ്റ് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ വേരിയസ് ടോപ്പിക് ആൻഡ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് വിച്ച് ഹാസ് കോഴ്സ് ഓൺ എ വെറൈറ്റി ഓഫ് സബ്ജക്റ്റ് വിച്ച് ആർ ഓഫേർഡ് ബൈ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ കിട്ടണമെങ്കിൽ യൂട്യൂബ് വഴി നമുക്കെന്താ ആ ടോപ്പിക്ക് എന്താണെന്ന് കൂടുതലായിട്ട് വീഡിയോസ് വഴി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് വഴി നമുക്ക് അത് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒത്തിരി കോഴ്സുകളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് വഴി അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡായിട്ടുള്ള ഒരു ബെനഫിറ്റാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ, കണക്ടിവിറ്റി, ഷെയറിങ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇമെയിൽ വഴി അല്ലെങ്കിൽ ചാറ്റ് വഴി നമ്മുടെ വേൾഡിലുള്ള ആർക്ക് വേണമെങ്കിലും നമുക്കെന്താ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. ഒരാളെ കാണാതെ തന്നെ രണ്ട് പേഴ്സണെ കാണാതെ തന്നെ നമുക്കെന്താ നമ്മുടെ നോളേജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ഐഡിയാസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് രണ്ടാമത്തെ ഇൻ്റർനെറ്റിൻ്റെ ബെനഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് അടുത്ത ഇൻ്റർനെറ്റിൻ്റെ ബെനഫിറ്റാണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുമ്പോൾ ദ കൺസെപ്റ്റ് ഓഫ് കണക്റ്റിംഗ് എനി ഡിവൈസ് ടു ദി ഇൻ്റർനെറ്റ് ആൻഡ് ടു അതർ connected devices which collect share data about the way they are used in about the environment around the things. അപ്പം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിനകത്ത് ഏത് ഡിവൈസുമായിട്ട് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് അതിനകത്ത് ഡേറ്റാസിനെ ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് സാധിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് വൈഡ് വെറൈറ്റി ഓഫ് സ്മാർട്ട് ഡിവൈസസ് ഫ്രം ഇൻഡസ്ട്രിയൽ മെഷീൻസ് ദാറ്റ് ട്രാൻസ്മിറ്റ് ഡേറ്റ അബൌട്ട് പ്രൊഡക്ഷൻ പ്രോസസ് to senses track information about human body. അപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ തന്നേക്കുന്നത്. ദ ഡിവൈസസ് ബിക്കം സ്മാർട്ടർ ആൻഡ് മോർ എഫിഷ്യൻറ്റ്, ഹെൽപ്പ് സേവ് മണി, എനർജി ആൻഡ് ടൈം. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് എനർജി അല്ലെങ്കിൽ മണി, ടൈമൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ഏതൊരു ഡേറ്റാസിനെ അല്ലെങ്കിൽ ഏതൊരു കണക്റ്റഡ് ഡിവൈസിനെ കണക്ട് ചെയ്തിട്ട് ഡേറ്റാസ് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയും. നെക്സ്റ്റ് ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് ആണ്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക്സിൻ്റെ ആൻഡ് റിമോട്ട് സെർവേഴ്സിലേക്ക് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഡേറ്റാസിനെ കുറിച്ചുള്ള അറിവ് വേണമെങ്കിൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഇല്ലെങ്കിലും
എവിടെ നിന്നെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്ത് അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്ത് ലോക്കൽ സെർവറിലെ പേഴ്സണിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് അയച്ച് നമുക്ക് എന്ത് ഡാറ്റാസിനെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും അതുപോലെ തന്നെ ക്ലൗഡ് സ്റ്റോറേജും കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. With the cloud computing, a device will have access to more powerful computers and even supercomputers to perform complex tasks, and cloud storage allows you to access to an endless supply of storage and also make backing up data easier and safer. അതുപോലെ തന്നെ ക്ലൗഡ് സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എൻഡ്ലെസ് സപ്ലൈ ഏതൊരു കാര്യത്തിനെക്കുറിച്ചും എൻഡ്ലെസ് സപ്ലൈ ഓഫ് സ്റ്റോറേജ് കിട്ടുന്നു. അതുപോലെ തന്നെ ബാക്കിങ് അപ്പ് ഡാറ്റ ഈസിയറായിട്ടും സേഫറായിട്ടും സേവ് ചെയ്യാൻ പറ്റുന്നു ഉള്ളതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ക്ലൗഡ് സ്റ്റോറേജും കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്. പിന്നെ നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അഡ്രസ്സ് മാപ്പിംഗ് ആൻഡ് കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ. ഇപ്പം നമ്മൾ ഈ വേൾഡിൻ്റെ ഏത് പ്രദേശത്താണെങ്കിൽ പോലും നമുക്ക് അഡ്രസ്സ് മാപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളതാണ് ഇൻ്റർനെറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണെന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ ലൊക്കേഷൻ ഡിറ്റക്റ്റ് ചെയ്ത് നമ്മുടെ ലൊക്കേഷനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഇപ്പം നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബാങ്കിങ്ങിലും ഷോപ്പിങ്ങിലും നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് ഒത്തിരി ബെനിഫിറ്റ് കിട്ടുന്നുള്ളതാണ്. ഇത് ബാങ്കിങ് ഗീവ്സ് യു ആക്സസ് ടു യുവർ ബാങ്ക് അക്കൗണ്ട് ടു വ്യൂ മേക്ക് ട്രാൻസാക്ഷൻ വയ ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ ബാങ്കിങ്. ഇപ്പോൾ ബാങ്കിങ്ങിലൂടെ നമ്മുടെ അക്കൗണ്ടിനെ ആക്സസ് ചെയ്യുവാനും അതുപോലെ തന്നെ വ്യൂ ചെയ്യാനും ട്രാൻസാക്ഷൻസ് അതുപോലെ തന്നെ മൊബൈൽ ബാങ്കിങ് ഇൻ്റർനെറ്റ് വഴി നടത്താനും സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിങ്ങിന് നമുക്ക് ഇപ്പം ഇൻ്റർനെറ്റ് യൂസ് ചെയ്താണ് നമ്മൾ ഒരു സ്റ്റോറിൽ വിസിറ്റ് ചെയ്യാതെ തന്നെ പ്രോഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സെല്ലിങ് ആൻഡ് മേക്കിംഗ് മണി. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഗുഡ്സിനെ സെല്ല് ചെയ്യാനും മണി ഉണ്ടാക്കാനൊക്കെ ഇപ്പം എളുപ്പമാണ്. ഇൻ്റർനെറ്റ് വഴി നമുക്ക് സെല്ല് ചെയ്യാനും അതുപോലെ തന്നെ മണി കളക്ട് ചെയ്യാനൊക്കെ പറ്റുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ മ്യൂസിക്, വീഡിയോസ്, ഗെയിംസൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് വഴി ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ. പീപ്പിൾ ഹൂ ആർ ടാലൻറ്റഡ് ക്യാൻ റെക്കോർഡ് അപ്ലോഡ് ദെയർ റിവ്യൂ അല്ലേ. ഒരു ടാലൻ്റുള്ള ഒരു പീപ്പിളിന് അവരുടെ തന്നെ ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഷോസ് റെക്കോർഡ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിപ്പെൻഡിങ് ഓൺ നമ്പർ ഓഫ് വ്യൂസ് ദ നമ്പർ ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് വ്യൂഡ് ഇൻ ബിറ്റ്വീൻ ഇറ്റ് ക്യാൻ ബിക്കം എ സോഴ്സ് ഓഫ് ഇൻകം. അതുപോലെ തന്നെ എത്ര ആൾക്കാർ കാണുന്നു അതുപോലെ തന്നെ എത്ര അഡ്വർടൈസ്മെൻറ്റ്സ് വ്യൂസ് ചെയ്യുന്നു എന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് ഒരു ഇൻകത്തിൻ്റെ സോഴ്സിനെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ ഇൻ്റർനെറ്റ് വഴി സാധിക്കും. ഡൊണേഷൻ ആൻഡ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുമ്പോൾ അടുത്ത ഒരു പോയിൻ്റാണ് ഡൊണേഷൻ ആൻഡ് ക്രൗഡ് ഫണ്ടിങ്. ഇപ്പം ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസ് സ്മോൾ എമൗണ്ട് ഓഫ് മണി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുവെങ്കിലും അതൊരു ക്രൗഡ് ഫണ്ടിങ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ഇൻ്റർനെറ്റ് ഈസി ടു മേക്ക് കോൺട്രിബ്യൂഷൻ ആൻഡ് മോണിറ്റർ ദ പ്രോഗ്രസ് projects and vendors. It is convenient for the people who need funding for the people who are interested to contribute such funds. അപ്പം ഒരാൾക്ക് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഒരാൾക്ക് ഫണ്ടിങ് വേണ്ടപ്പോഴും ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഉപയോഗപ്രദമായ ഒരു വസ്തുവായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർനെറ്റിന് അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ ഒത്തിരി ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതാണ് പേജ് നമ്പർ 126 കൊടുത്തേക്കുന്നത്. ഇൻ്റർനെറ്റ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ഡ്രോബാക്സ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഗിവൺ ബിലോ ആർ സം of the drawbacks of the internet. Identity theft, hacking, viruses and cheating. ഇതൊക്കെ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഡ്രോബാക്കാണ്. ഇത് ഇൻ്റർനെറ്റ് മേക്സ് ഇറ്റ് ഈസിയർ ഫോർ ഹാക്കേഴ്സ് ടു സ്കാൻ മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ക്വിക്ക്ലി ഐഡൻറ്റിഫൈ വിച്ച് കമ്പ്യൂട്ടേഴ്സ് ആർ വളണറബിൾ ടു അറ്റാക്ക്.
A series of cyber crimes like unauthorized access and hacking, Trojan attack, virus and worm attack, email spoofing, intellectual property right violation, banking, credit card crimes, phishing, cyber terrorism, etc. are result of internet revolution. The internet also make it much easy for students to plagiarize on their academic work. ഇപ്പം നമ്മുടെ ഇൻ്റർനെറ്റിന് അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ ഒത്തിരി ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിലൊന്നാണ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസും ഹാക്കിങ്ങും ട്രോജൻ അറ്റാക്കും, അതുപോലെ തന്നെ വൈറസ് വേം അറ്റാക്ക്, ഇമെയിൽ സ്പൂഫിങ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വയലേഷൻസ്, ബാങ്കിങ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ക്രൈംസ് ഒക്കെ ഈ ഇൻ്റർനെറ്റ് വഴി കിട്ടുന്ന ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ്, സ്പാം ആൻഡ് അഡ്വർടൈസിങ്. Since internet is an easy way to reach a larger audience, it can be used for unsolicited advertisements and spams. Junk mail or email spam are solicited emails sent to a large number of persons. അതുപോലെ തന്നെ നമുക്ക് ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ പേഴ്സൺസിന് അൺസോളിസിറ്റഡ് ഇമെയിൽസ് അല്ലെങ്കിൽ ചങ്ക് മെയിൽ അയക്കുന്നത് വഴി എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വൈറസിൻ്റെ അറ്റാക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സൈബർ ബുള്ളിങ്, ട്രോൾസ്, സ്റ്റേക്കേഴ്സ് ആൻഡ് ക്രൈം. സൈബർ ബുള്ളിങ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ടു ബുള്ളി എ പേഴ്സൺ ബൈ സെൻഡിങ് ത്രെഡനിങ് മെസ്സേജസ്. അപ്പം ഒരു പേഴ്സണിന് ത്രെഡനിങ് മെസ്സേജ് അയക്കുന്നതിനെയാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. ട്രോൾ റെഫേഴ്സ് ടു ക്രിയേറ്റിംഗ് ആൻ ഓൺലൈൻ പോസ്റ്റ് വിച്ച് ഈസ് ഡെലിബറലി ഒഫൻസ് ഓർ provocative with the aim of electing angry persons or causing upset of any person. അതുപോലെ തന്നെ ട്രോൾ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു പേഴ്സണെ തന്നെ നമുക്ക് ചീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ഇൻ്റർനെറ്റിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ബൈയിങ് പ്രോഡക്ട്സ് ആർ നോട്ട് റിക്വയർഡ്. അപ്പം നമുക്ക് നമ്മൾ ഓൺലൈൻ വഴി കിട്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഓഫേഴ്സ് എന്ന് പറയുന്നത് അത്ര വിശ്വസനീയമാകണമെന്ന് ഇല്ല, ഒരിക്കലും നിർബന്ധമില്ല എന്നുള്ളതാണ് അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ആസ് e-commerce make it easy to buy things, offers and deals are very often. Each deal and often will valid only for short period. This tempt to people to impulsive buying behavior. അപ്പം ഒരു ഡീൽ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആൾക്കാർക്ക് അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ളൊരു ടെൻഡൻസി ഉള്ളതെന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഒരു ഫീഡ്ബാക്കാണ്. നെവർ ബീയിങ് ഏബിൾ ടു disconnect. With all the gadgets, all devices that people possess, it is difficult to connect form of the internet. People are always online from one device or the another. നമുക്ക് ഈ ഇൻ്റർനെറ്റ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വേറൊരു ഡ്രോബാക്കായിട്ട് പറയാം. നെക്സ്റ്റ്, അഡീഷൻ, ടൈം വേസ്റ്റ് ആൻഡ് കോസസ് ഡിസ്ട്രാക്ഷൻസ്. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഒരു അഡിക്റ്റായിട്ട് മാറുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടൈം ഒത്തിരി വേസ്റ്റായിട്ട് പോകുന്നു. ഇതൊക്കെ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഡ്രോബാക്കാണ്. നെക്സ്റ്റ്, ഡിപ്രഷൻ, ലോൺലിനെസ് ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കൂടുതൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഡിപ്രസീവ് ആകാൻ ചാൻസ് ഉണ്ട്. ഡിപ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ വേൾഡുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് തന്നെ ആ വ്യക്തിക്ക് ഇല്ലാതാകും. അയാൾ വിചാരിക്കുന്നതെല്ലാം ഇൻ്റർനെറ്റിനെ തന്നെ ഒരു ഫ്രണ്ടായിട്ട് കരുതി ഇൻ്റർനെറ്റ് ഒരു ലിവിങ് തിങ് ആണെന്ന് കരുതി ആക്ട് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഡിപ്രഷനിലേക്ക്, അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഐസൊലേഷനിലേക്ക് തന്നെ നയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് പോർണോഗ്രഫി ആൻഡ് വയലൻ്റ് ഇമേജസ്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. Through the internet, it becomes easy to exploit with a known or unknown person. Fraudsters can create a fake account and trap innocent, gullible people. The internet is also full of adult materials that can be easily accessed by people
അൺഇൻറ്റൻഷനലി. അപ്പം അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ, പോർണോഗ്രഫി, അതുപോലെ തന്നെ വയലൻ്റ് ഇമേജസ് എന്നൊക്കെയാണ് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് 128 പേജിനകത്ത് കിടക്കുന്ന ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർ ഒത്തിരി സമയം ഇൻ്റർനെറ്റിൻ്റെ ഫ്രണ്ടിൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് അത് ഒരു അൺഹെൽത്തി ലൈഫിലേക്ക് തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒബസിറ്റി, അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസ് ഒത്തിരിയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് കാണുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വർക്കിംഗ് ഓഫ് ഇൻ്റർനെറ്റ് എന്താണെന്ന് പഠിക്കും.